സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മമതാ മോഹൻദാസ് മഞ്ജു വാര്യർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുമായിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് മഞ്ജു വാര്യരെ കുറിച്ചല്ല പറഞ്ഞത്, അത് നയൻതാരയെ കുറിച്ചാണ്. നയൻതാരയും ഇതേപോലെ തമിഴിലെ സൂപ്പർ സ്റ്റാർ അല്ലേ, അവർ ഒരു സിനിമയിൽ നിന്നും ഒരു രംഗത്തിൽ ഐറ്റം ഡാൻസ് കളിച്ച നമ്മുടെ മമതയെ ഒഴിവാക്കിയിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യത്ത് പറഞ്ഞതാണ് എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. അല്ല, പിന്നെ മഞ്ജു വാര്യർ തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരവിൽ ഞാനൊരു കാരണമായി എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, തിരിച്ചു വന്ന നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യർ ഒരാളോട് പോയിട്ടും പറയുന്നില്ല എന്നെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആക്കൂ, എന്നെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആക്കൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ നടി? പിന്നെ എന്തിനാണ് വെറുതെയെങ്കിലും ആവശ്യമില്ലാതെ മഞ്ജുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താനും, മഞ്ജു എന്തോ ഒരു പാതകം ചെയ്തു, ഇല്ലെങ്കിൽ 10 ലക്ഷം രൂപ കടം മേടിച്ച് മുങ്ങി, അതുപോലെയല്ലേ ഇവരുടെ വർത്തമാനം? ഇവർക്ക് എന്താണ് അതിൻ്റെ അർഹത? അതായത് മഞ്ജുവിനെ ഇങ്ങനെ വിമർശിക്കാനുള്ള അർഹത മമതാ മോഹൻദാസിനുണ്ടോ? മഞ്ജു എവിടെ കിടക്കുന്നത്, മമതാ മോഹൻദാസ് എവിടെ കിടക്കുന്നത്? അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തായിരിക്കും മമത ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാനൊരു അന്വേഷണം നടത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമതയുടെ സ്ഥിരം നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടനാണ്. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു വിട്ടതാണോ ഇനി മഞ്ജു വാര്യരെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട്? ഇവിടെ അതാണല്ലോ നടക്കുന്നത്. എന്ത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും മഞ്ജു വാര്യരെ ആരും വിളിക്കാറില്ല. ആ കുട്ടിയെ മൊത്തത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് കാര്യം വന്നാലും മഞ്ജു വാര്യരെ ആരും വിളിക്കൂല. അപ്പോൾ എന്തൊക്കെയായാലും ഞാനിങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സിനിമയിലെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ നായിക ആരാണ്? മമതാ മോഹൻദാസ് ആണ്. സംവിധാനമാരാണ്? നമ്മുടെ ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സും ഇതൊക്കെ സംവിധാനം ചെയ്ത ചിദംബരം എന്ന് പറയുന്ന പിന്നെ സംവിധായകനാണ്. അതുപോലെ അതിൻ്റെ തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ ഗണപതിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സിനിമയിൽ മമത അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉപകാര സ്മരണയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടന് ഒന്ന് സൂചിപ്പിക്കാം, മഞ്ജു വാര്യർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് കുറച്ച് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ദിലീപും അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, മഞ്ജുവിനെ വിമർശിക്കാൻ എന്താണ് അധികാരം? ഈ മമത എന്ന് പറയുന്ന ആൾക്ക് അഭിനയിച്ചങ്ങ് പോയാൽ പോരെ? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് തലയിടുന്നത്? അവർ സൂപ്പർ സ്റ്റാർ PR-നെ വെച്ചാണ് ചെയ്യിക്കുന്നത് എന്ന് ഈ മമതാ മോഹൻദാസിന് എങ്ങനെ അറിയാം? അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതായത് ദേ കിടക്കുന്ന PR-നെ വെച്ച് പിന്നെ പറയുന്നതെന്ന്. എന്തിനാണ് PR-നെ വെച്ച് പറയേണ്ട ആവശ്യം എന്താണ്? ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയെ ഇഷ്ടപ്പെടാതായിട്ട് മലയാളികൾ ഒരാൾ പോലുമില്ല. പിന്നെ എന്തിനാണ് PR വർക്കാണ് അവരുടെ വിജയത്തിന്? അങ്ങനെ PR വർക്ക് കൊണ്ട് ഒരാൾക്ക് സൂപ്പർ സ്റ്റാർ ആകാൻ പറ്റുമോ? എനിക്കറിയില്ല. അതായത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതായത് അവർ ചെയ്യുന്നത് പോലെ ഹെൽപ്പും കാര്യങ്ങളും ഇതൊന്നും ലോകത്ത് ഒരു നടിമാറും ചെയ്യുന്നില്ല. അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരാൾ തന്നെയാണ്. നല്ല സ്നേഹവും അതുപോലെ തന്നെ കരുണയും പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരു നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു നല്ല ഉത്തമയായ നടി തന്നെയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരെ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ റോൾ മോഡലാക്കാം എന്നുള്ളതാണ്. നേരെ മറിച്ച് മമതാ മോഹൻദാസ് എന്താണ് പറയുന്നത്? മമതാ മോഹൻദാസിന് അസൂയാന്നേ ഞാൻ പറയുള്ളൂ. മമതയോട് നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹമുണ്ടായിരുന്നു. അതായത് ഇത്രയും അസുഖങ്ങൾ വന്നിട്ടും മമത അഭിനയിക്കുന്നതിലും അതുപോലെ മമതയുടെ ആ കരുത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുമുണ്ട്, അതിപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പറഞ്ഞതിന് നമുക്കൊരിക്കലും മമതേൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. മമത ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ശരി, മമതയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നല്ല രീതിയിലൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മമത പറഞ്ഞതായിരിക്കുന്നത് എനിക്ക് ബലമായ സംശയം. അത് തന്നെയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം വന്നപ്പോഴല്ലേ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ദിലീപേട്ടൻ്റെ പടങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഞ്ജു വാര്യരെ ഒന്ന് അടിച്ചിരുത്തി കഴിഞ്ഞാൽ, മഞ്ജു വാര്യർക്കെതിരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മഞ്ജു വാര്യരെ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി. മഞ്ജുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ പലതരത്തിലും, അതായത് ഇവർ മോശക്കാരിയാണ് എന്ന് ആക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ മമതാ മോഹൻദാസും, അല്ലാതെ ഞാൻ ഈ മമതാ മോഹൻദാസും മഞ്ജു വാര്യരും തമ്മിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടായതായിട്ടും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ മമതാ മോഹൻദാസിൻ്റെ ഒരു സിനിമ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണ്ടേ, അതിന് പോലും പോയിട്ടില്ല. അതായത് ഏതോ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വേഷമുണ്ട്, അത് മമതേൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ മതി. ഈ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടിയുടെ കൂടെ അഭിനയിച്ചതൊരു ഭാഗ്യം എന്ന് വെച്ചാൽ മതി. ഇതിനിടയ്ക്ക് ഇവർ പറയുന്നില്ലേ, ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർവതി പറയുന്നില്ലേ, പാർവതി തിരുവോത്ത് പാർവതി പറയുന്നുണ്ട്, ഉർവശി ചേച്ചീൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അതേപോലെ കരുതിയാൽ പോരെ.
മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരി, ജനങ്ങൾ അംഗീകരിച്ച കലാകാരി, അതുപോലെ തന്നെ തമിഴിലും മലയാളത്തിലൊക്കെ അംഗീകരിച്ചൊരു കലാകാരിയാണ് മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യരുടെ കൂടെ ഒരു സീനിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു എന്താ പറയേണ്ടത്, ഒരു ഇതെന്താ ഉള്ളത്? അത് വിചാരിച്ചാൽ പോരെ മമതാ മോഹൻദാസ് വന്നിട്ട് അങ്ങ് എടുത്തിട്ട് അലക്കുകയാണ്. മഞ്ജു വാര്യർ എന്തോ ഒരു പാതകം ചെയ്തു, ഇവരൊന്നും ഇവിടെ ജീവിച്ചിരിക്കാൻ അർഹതയല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരാൻ പാടില്ല. ഇതെന്താ സിനിമ ആരെങ്കിലും തറവാട്ട് വകയാണോ? ഈ ജനങ്ങൾ കൊടുക്കുന്നതാണ് ഈ പട്ടങ്ങളൊക്കെ. അതായത് സൂപ്പർ സ്റ്റാർ ആയാലും മെഗാ സ്റ്റാർ ആയാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൊടുക്കുന്നതാ, അല്ലാതെ മമതാ മോഹൻദാസോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരുന്നതോ അല്ല. അത് വല്ല പൻ്റെയും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവനെ സൂചിപ്പിക്കണമെങ്കിൽ അങ്ങ് എടുത്ത് സൂചിപ്പിച്ച് വെച്ചോളൂ, അത്ര തന്നെ. അല്ലാതെ മഞ്ജു വാര്യരുടെ തലയിൽ വന്ന് കയറിയിട്ട് അവരെ അങ്ങ് കൊച്ചാക്കാമെന്നോ അല്ലെങ്കിൽ അവരെ അങ്ങ് ഇല്ലാതാക്കാമെന്നൊക്കെ വിചാരമുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് മോളെ, വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അഭിനയിച്ചങ്ങ് പോയാൽ പോരെ. മഞ്ജു വാര്യരുടെയൊക്കെ വേഷങ്ങൾ എന്താണ്, അവരൊക്കെ അഭിനയിച്ച വേഷങ്ങൾ എന്താണ്? താങ്കൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റൂല. അത് മനസ്സിലാക്കാതെയോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 സിനിമയൊക്കെ ഹിറ്റാകുമ്പോഴേക്ക് കുറച്ച് അഹങ്കാരവും തലക്കനൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മഞ്ജു വാര്യരുടെ അടുത്ത് വേണ്ടാന്ന് എനിക്ക് പറയാനുള്ളൂ. അതിലൂടെ വഴിയെ പോകുന്നവനും അതുപോലെ എല്ലാവർക്കും കൊട്ടാനുള്ളൊരു ചെണ്ടയല്ലേ മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും പ്രതികരിക്കൂല. മഞ്ജു വാര്യർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചിരിച്ചു തല്ലിക്കോളും. അമ്മാതിരി ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു സ്ത്രീയെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് ഒറ്റപ്പെടുത്തുകയാണ്. ഒരു യോഗത്തിൻ്റെ അടുത്ത് വിളിക്കൂല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, ഒരു വിവാഹത്തിന് വിളിക്കൂല, ഒരു പരിപാടിക്ക് ഒരു ഈ സിനിമാക്കാർ 4 ആൾ കൂടുന്നവർക്ക് എവിടെയും വിളിക്കൂല ആ സ്ത്രീനെ. അങ്ങനെ പിന്നെ അപമാനിച്ചു കൊണ്ടിരിക്കലാണ് എല്ലാവരും ചേർന്നിട്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, മഞ്ജു വാര്യരെ നിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാലും അവരുടെ പ്രേക്ഷക ലക്ഷങ്ങളുണ്ട്. പ്രേക്ഷകരവർ ഒഴിവാക്കൂല, അവരുടെ സിനിമയും ഒഴിവാക്കൂല പ്രേക്ഷകർ. അത് എല്ലാവരും കൂടി മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എത്ര കല്യാണങ്ങൾ സൂപ്പർ സ്റ്റാറുകളുടെ കഴിഞ്ഞു. ഏത് വിവാഹത്തിനാണ് മഞ്ജു വാര്യർ പങ്കെടുത്തിരിക്കുന്നത്? മഞ്ജു വാര്യരെ എല്ലാവരും കൂടി അങ്ങ് ഒതുക്കിയിട്ട് മൂലക്കിരുത്തിയിരിക്കുമല്ലേ. മഞ്ജു വാര്യരെ അപമാനിക്കുക, എന്നിട്ട് മറ്റവരെ സന്തോഷിപ്പിക്കുക. ഇമാതിരി നിയമം, ഒരാളെ അപമാനിച്ചിട്ട് മറ്റവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതെന്തൊരു നല്ല ഇതാണ്. ഏതെങ്കിലും ഒരുത്തനും കുറച്ചൊരു ഇത് വേണ്ടേ അവിടെ നിന്ന്. എന്നിട്ട് പറയുന്നത് എന്താ, നമ്മളൊക്കെ വിമർശിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയാം, മഞ്ജു വാര്യരുടെ സ്ഥലത്തില്ലായിരുന്നു, മഞ്ജു വാര്യരുടെ ഷൂട്ടിങ്ങിനായിരുന്നു. പിന്നെ എല്ലാ സംഭവം വരുമ്പോൾ മഞ്ജു വാര്യർ സ്ഥലത്തില്ലാണ്ടൊക്കെ അല്ലേ എല്ലാ സംഭവം വരുമ്പോൾ. ഇന്നലെ മീരാനന്ദൻ്റെ മറ്റേ കല്യാണത്തിന് വരെ മഞ്ജു വാര്യർ അവിടെ ഉണ്ടായിരുന്നല്ലോ. മഞ്ജു വാര്യർ അവിടെ ഉണ്ട്, വിളിക്കാതെ വരില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് സിനിമാ ഫീൽഡിൽ നടക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മമതയോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വില കളയരുത്. നിങ്ങൾക്ക് ജനങ്ങൾ തരുന്നൊരു വിലയുണ്ട്, അത് കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് മഞ്ജു വാര്യർ ഇവിടുത്തെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ആ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പദവിക്ക് അർഹത തന്നെയാണ്. അവരൊറ്റയ്ക്ക് നിന്നിട്ട് ഒരു സിനിമ വിജയിപ്പിക്കേണ്ട ഒരു കഴിവ് അവർക്കുണ്ട്. അവരെ ജനങ്ങൾ അംഗീകരിച്ചതാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.